ഹായ്, പുതിയൊരു ബ്ലൂട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷനായ ലിയോയുടെ 12 കോടി എമ്പുരാൻ തൂക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയും പിന്നെ വീര ധീര സൂറ എമ്പുരാൻ്റെ ക്ലാഷായിട്ട് വന്നിരിക്കുന്ന വിക്രം പടം, അത് ചിയാൻ വിക്രത്തിൻ്റെ പടം, ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനമാണോ? ഇതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലിയോയെ പറ്റി പറയാം. ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഉണ്ടായിരുന്നു 12 കോടിക്ക് മേളിൽ കേരളത്തിലെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ. അപ്പോൾ അത് ഇട്ടപ്പോഴേ ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ കൂടിയിരുന്ന ഒരു കാര്യം പറിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേറെ ആർക്ക് പറ്റുമെന്നുള്ള രീതിയിൽ അന്നേരം ഇത് പൊട്ടിക്കാൻ ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ, അത് ലാലേട്ടനെ കൊണ്ടാണ്. ഇപ്പോൾ ലാലേട്ടൻ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കും. ഫീൽഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ബൊട്ടോക്സിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ കുറേ അതിനെപ്പറ്റി ട്രോളും പിന്നെ താടിയും വളർത്തി അങ്ങനെ കുറേ റോളുകൾ ചെയ്ത് ഒന്നും ഏൽക്കാതെ വന്ന് ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട്. അന്ന് തൊട്ടേ ഫീൽഡ് ഔട്ടായിട്ട് നിന്നപ്പം തൊട്ടേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതായത് ലിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുള്ളത് ഇത് ലാലേട്ടനെ കൊണ്ടേ പറ്റത്തുള്ളൂ, വേറെ ആരും ഈ ഒരു ഇത് കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പം നടന്നിട്ടുണ്ട്. അപ്പം ഇത് മലയാളത്തിൽ വേറൊരു നടനെ കൊണ്ട് പറ്റത്തില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ. അത് തിരുത്താനാരും നോക്കണ്ട. അത് പിന്നെ വേറൊരു കാര്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടന് മോഹൻലാൽ ഫാൻ തന്നെയാണ് ഈ വിജയ് ഫാനും ഉള്ളത്. ഏറെക്കുറെ താരതമ്യം ചെയ്ത കുറച്ച് പേരേ ഉള്ളൂ വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാവുന്നവരെല്ലാം ഈ ലാലേട്ടൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെ വിജയ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അതും ഒരു കാരണം തന്നെ. പിന്നെ ഈ ലാലേട്ടൻ്റെ ഒരു പടം തിയേറ്ററിൽ ഇപ്പോഴത്തെ കുറച്ച് വർഷങ്ങൾക്ക് ഉള്ള ലാലേട്ടൻ, അതിന് മുമ്പ് ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഇപ്പം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഒരു സമയം ഉണ്ടായിരുന്നു, അതായത് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നത്. ആ സമയം തൊട്ടേ ലാലേട്ടൻ്റെ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്ന വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് പുള്ളി കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു എമ്പുരാനുള്ളത് കഴിഞ്ഞു. പ്രീ സെയിലിൽ കൂടെ തന്നെ കേരളത്തിലെ റെക്കോർഡ് കളഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിലെ കളക്ഷൻ നിൽക്കത്തില്ല. ഒരു 15 കോടിക്കെങ്കിലും പോവും പടം, ഫസ്റ്റ് ഡേ അത്രയെങ്കിലും പോവും. അതേപോലുള്ള ബുക്കിംഗ് അങ്ങ് നടന്നേക്കുന്നത്. ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കി, ബുക്ക് മൈ ഷോയിലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കി, ഫസ്റ്റ് ഡേ തന്നെ കിട്ടുന്നില്ല, ടിക്കറ്റ് കിട്ടുന്നില്ല. അത്രയ്ക്കും വലിയ തിരക്കാണ് ഉള്ളത്. ഇത് ലിയോയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തുവായാലും എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ എന്തുവായാലും ഫസ്റ്റ് ഡേ തന്നെ പടം കാണും. പക്ഷേ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ഇതാണ് ഉള്ളത്. മൊത്തം ഈ ഫ്രണ്ടിൽ കുറച്ച് സീറ്റുണ്ട്, അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കാണണം. ആകെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ KGF ഒക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പേരലിക്ക് ഒരു വേദന വരും. പിന്നെ കുറച്ച് സീറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ എമ്പുരാന് ഈ സൈഡിൽ DTS വെച്ചേക്കുന്ന സൈഡിലുണ്ട്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കാണണം. ഇങ്ങനെ ഇരുന്ന് കണ്ട് പിന്നെ സിനിമ കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ആയിപ്പോകും. കാരണം അതിലെ ഗെയിം ചേഞ്ചറിനകത്ത് സുനിൽ നടക്കുന്ന ഇരുട്ടാണ്, ഇങ്ങനെ ആയിപ്പോകും. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ആയിപ്പോകും. അതേപോലെ അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നടുക്ക്, പിന്നെ ആ ഒരു സൈഡാണ് എൻ്റെ ഇഷ്ടം. അത് കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഞാൻ നോക്കുന്നുണ്ട് പരമാവധി. പിന്നെ ഈ റെക്കോർഡ് ഇപ്പം എമ്പുരാൻ തിരുത്തിയ റെക്കോർഡ് ഇനി ഏത് പടം തിരുത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കുവാണെങ്കിൽ പണ്ട് തൊട്ടേ നോക്കുവാണെങ്കിൽ ഈ റെക്കോർഡെല്ലാം ഇട്ടേക്കെന്ന് പറഞ്ഞാൽ വിജയ്യുടെ ഇടുന്ന റെക്കോർഡ് ലാലേട്ടനാണ് ബ്രേക്ക് ചെയ്യുന്നത്. പിന്നെ വിജയ് റെക്കോർഡ് ഇടും, പിന്നെ ലാലേട്ടൻ. ആകെ അതിനകത്ത് ബാഹുബലിയും KGF ഉള്ളൂ അതിൻ്റെ അകത്ത് വേറൊരു റെക്കോർഡ് ഇട്ടേക്കുന്ന വേറൊരു സിനിമ. ഏറെക്കുറെ ഭൂരിഭാഗം പടങ്ങളും വിജയാണ് റെക്കോർഡ് ഇടുന്നതും ബ്രേക്ക് ചെയ്യുന്നത് ലാലേട്ടനും. അത് നമ്മളായിട്ട് കണ്ടേ ഈ പടം. ഇപ്പോൾ വിജയ് പടം അടുത്ത പടം ഇറങ്ങാൻ പോകുന്നത്, ഇത് എമ്പുരാൻ്റെ പടം ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ഈ ജനനായകൻ എന്ന് പറഞ്ഞത്, അത് എനിക്ക് തോന്നുന്നു എൻ്റെ കാസ്റ്റിംഗ് തൊട്ടും ഞാൻ പടം ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ 2 പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടപ്പോൾ ഉറപ്പായി. കാരണം അതിൻ്റെ കാസ്റ്റിംഗ് എന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇനി ബ്രേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എമ്പുരാൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം കൈദി 2 വിക്രം 2 ആയിരിക്കും. കാരണം അതിൻ്റെ ട്രെയിലറിനകത്ത് വല്ലതും ലിയോയോ മറ്റേ റോളക്സും കൂടെ ഒന്ന് നേർക്ക് നിൽക്കുന്നില്ല. മാസ്റ്ററിനകത്ത് ട്രെയിലറിൻ്റെ അവസാനം വിജയ് സേതുപതിയും വിജയും കൂടെ നേർക്ക് നിൽക്കുന്നവരുണ്ടോ, അതേപോലെ ഒരു ട്രെയിലർ അവർ തമ്മിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നത് അത് മാത്രമേ ഉള്ളൂ ഇനി ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറയും. മലയാളത്തിലെ ഒരു പടത്തിനെ കൊണ്ട് ഇനി ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലാലേട്ടൻ്റെ വേറൊരു പടം ഇറങ്ങുമ്പോൾ അതും ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഇനി വരുത്തുള്ളൂ. അത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം. കേരളത്തിലുള്ള ഓളം ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു പടം ചെറിയൊരു പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അത് എവിടെ വരെ പോകുമെന്നറിയാം. അത് മമ്മൂട്ടിയെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ഒരു മാക്സിമം ഉണ്ട്, അതിനപ്പുറം പുള്ളി പോകത്തില്ല. അത് എത്ര വലിയ പടം ഇറക്കിയാലും ഒരു മാക്സിമത്തിനപ്പുറം പോകത്തില്ല. അത് മമ്മൂട്ടി ഫാനിനെ കുറ്റം പറഞ്ഞല്ല, അതങ്ങനെ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കിടന്ന് ലിയോ കളക്ഷൻ പൊട്ടി, എമ്പുരാൻ കളക്ഷൻ പൊട്ടി, അങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ റെക്കോർഡ് ഇടുന്നത് ബ്രേക്ക് ചെയ്യാനാണ് റെക്കോർഡ് ഇടുന്നത്. ഈ ഒരു പടം ഇനി എമ്പുരാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലിയോയുടെ കളക്ഷൻ എമ്പുരാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എമ്പുരാൻ്റെ കളക്ഷൻ വേറൊരു പടം ബ്രേക്ക് ചെയ്യും. ഇനി വിജയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ വിജയ് പടം നിർത്തുമില്ല. അതുകൊണ്ട് ഇനി വിജയ്ക്ക് ഇനി പറ്റുമെന്ന് അറിയത്തില്ല. ഇനി ഇതുപോലെ എല്ലാവരും കൂടി ചേർന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ LC യൂണിവേഴ്സിറ്റിയിൽ വല്ലതും ഉള്ള പടത്തിനാണെങ്കിൽ ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റും. ജനനായകൻ ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ എടുത്ത് കളഞ്ഞ് പടം ചുമ്മാതെ പോയി കാണാനുള്ള രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ
പറയുന്നത് പറഞ്ഞാൽ വീര ധീര സൂറ. ഈ ഒരു വിക്രം പടം ഇതിനൂടെ ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വിക്രത്തിൻ്റെ ഈ പതനം എന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷം കൊണ്ടേ പുള്ളിയുടെ ഒരു പതനമുണ്ട്. അപ്പോൾ ഇത് എരന്ന് വെടിച്ച പതനം ഇതുപോലുള്ളൊരു പടത്തിലേക്ക് കൂടെ വീരധീര ഇപ്പം പോസിറ്റീവ് കിട്ടിയാൽ തന്നെ ഇപ്പം എമ്പുരാന് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പടം കേരളത്തിൽ ഓടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ പോസിറ്റീവ് കിട്ടിയിട്ട് പടം ഓടുന്നില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നല്ലോ വിക്രത്തിൻ്റെ, ഇതുപോലെ KGF ആയിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ അതിനകത്ത് പുള്ളി അതുപോലെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പടം എവിടെ എത്തി? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം പൊങ്കലിന് പോലെ ഇറക്കി വിട്ടെങ്കിൽ ആ സമയത്തെങ്കിലും ഓടിപ്പോയാണ്. ഇത് ചുമ്മാതെ ഇത് വല്ലത്തെ ഒരു ചതിയാണ്. ഇനി ഇത് മാറ്റാനായിട്ട് നിൽക്കേണ്ട. ഈ പുള്ളിയെ ഇപ്പോൾ എല്ലാവരും കൂടി തഴഞ്ഞ് മാറ്റി ഇപ്പോൾ എത്ര വർഷം കൊണ്ട് ഓരോ പടങ്ങൾ മാറ്റി കൊണ്ടുപോകുന്നത്. അത് ഇനി ആക്കില്ല. ഇനി വരാനുള്ളത് വഴി തങ്ങത്തില്ല. അത് എന്തുവായാലും വരട്ടെ. കട്ട പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആവറേജ് ആകുമായിരിക്കും. അല്ലാതെ അത് ഹിറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ലിയോയുടെ കളക്ഷൻ എമ്പുരാൻ ബ്രേക്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഓരോ ഫാൻസ് ഫൈറ്റുകൾ കിടന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഞാനൊരു വീഡിയോ ഇപ്പോൾ ലോഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലാലേട്ടൻ എമ്പുരാനിന് ശേഷം വേറൊരു ലെവലിൽ പോകും. അതിപ്പം നമ്മളിപ്പോൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനുശേഷം കുറേ ലെജൻഡ് ഡയറക്ടർമാർ ലാലേട്ടനെ സമീപിക്കും. അതായത് കയറിയ ഹൈപ്പ് അതേപോലെ ഫീൽഡ് ഔട്ട് ആക്കാൻ. അത് ആരൊക്കെയാണെന്ന്, ആ ഡയറക്ടർമാർ ആരൊക്കെയാണെന്ന് ഞാൻ സെലക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അവരെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ വരും. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് ആ വീഡിയോ സംസാരിക്കാം. അപ്പം അതിനുവേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.